DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫിഷ്യൻസി അവാർഡായി 5000 രൂപ വീതം ഓണനാളുകളിൽ ലഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചിരിക്കുകയാണ്. എ ഗ്രേഡോ അതിനു മുകളിലോ നേടി വിജയിക്കുന്ന ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും പരീക്ഷ പാസ്സാകുന്ന ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുമാണ് 5000 രൂപ വീതം അവാർഡായി നൽകുക. ഇതിനായി ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ചാണ് അർഹരായവരെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത്. SSLC ജനറൽ വിഭാഗത്തിൽ 34 പേർക്കും ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിൽ 235 പേർക്കും, +2 ജനറൽ വിഭാഗത്തിൽ 35 പേർക്കും ഭൗതിക വെല്ലുവിളി നേരിടുന്നവരിൽ 166 പേർക്കുമായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേനയാണ് പ്രൊഫിഷ്യൻസി അവാർഡ് നൽകി വരുന്നത്. അവാർഡ് തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അവാർഡിന് അർഹരായവരുടെ വിശദ വിവരങ്ങൾ അറിയുവാൻ www.hpwckerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഭവന സമുന്നതി എന്ന പദ്ധതി മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനാണ് നടപ്പിലാക്കുന്നത്. ഒരു വീടിന് 2 ലക്ഷം രൂപ വരെയാണ് മെയിൻ്റനൻസിനായി ഈ പദ്ധതി വഴി ലഭിക്കുന്നത്. നിലവിലിപ്പോൾ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കുവാനുള്ള അവസരമുണ്ട്. അപേക്ഷാ ഫോം ഉണ്ടാകും. അതോടൊപ്പം അനുബന്ധ രേഖകളെല്ലാം തന്നെ ഇതോടൊപ്പം ഹാജരാക്കി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ. സ്ഥലമുടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ വീട്ടുകരം, സ്ഥലത്തിന്റെ കരം, ഒപ്പം മറ്റനുബന്ധ രേഖകളും, അതോടൊപ്പം ഗുണഭോക്താവിന്റെ വരുമാനം തെളിയിക്കുന്ന രേഖ, ജാതി തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളും ഇതോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക. നേരിട്ട് തപാൽ വഴി അയക്കുന്ന സംവിധാനമാണ്. അതിനാൽ തന്നെ എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി വിധവകളായിട്ടുള്ളവർ, നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവർ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ തുടങ്ങിയവർക്ക് ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഈയൊരു വായ്പാ പദ്ധതിയിൽ 50% തുകയും, അതായത് 25,000 രൂപ വരെ സർക്കാർ സബ്സിഡിയായി അനുവദിക്കും. ബാക്കി ശേഷിക്കുന്ന തുക പലിശരഹിത തവണകളായി തിരിച്ചടച്ചാൽ മതി. ഒരു സ്വയം തൊഴിൽ സംരംഭമൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈയൊരു ധനസഹായം ഈ പദ്ധതി വഴി അനുവദിക്കുന്നത്. 50,000 രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, PM കിസാനുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 21ാം ഗഡുവിൻ്റെ കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. ഇതേ സമയത്താണ് ഇപ്പോൾ നിരവധി ആളുകളെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ എത്തുന്നത്. നിങ്ങൾ പദ്ധതിയിൽ തുടരാൻ അർഹനാണോ അനർഹനാണോ എന്നറിയാൻ സ്റ്റാറ്റസ് പരിശോധിക്കുക. സ്റ്റാറ്റസിൽ ഇന്നെലിജിബിൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബയോമെട്രിക് EKYC ചെയ്യണമെന്ന് നിർദ്ദേശം വന്നിട്ടുള്ളവർ അത് ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് തന്നെ നിങ്ങളിത് പൂർത്തിയാക്കിയില്ലെങ്കിൽ 21ാം ഗഡുവൊക്കെ മുടങ്ങുന്നതായിരിക്കും. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇന്നെലിജിബിലിറ്റി, അതായത് അയോഗ്യത വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കൂടി പരിശോധിച്ച് പരിഹരിച്ചാൽ മാത്രമേ ഇനി ആനുകൂല്യം ലഭിക്കൂ. അല്ലാത്തവർ പദ്ധതിയിൽ നിന്ന് അനർഹരായി പുറത്താകുന്നതായിരിക്കും. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ PM കിസാന്റെ ആനുകൂല്യം മുടങ്ങുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.